ഹലോ ഫ്രണ്ട്സ്, മേരി ക്രിസ്മസ്. അപ്പോൾ ഇത് ഡിസംബർ മന്താണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് മന്താണ്. ഇതുവരെ ജേർണലൊന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് ജേർണൽ ചെയ്താലോ? ക്രിസ്മസ് ആവാൻ കുറച്ച് ദിവസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ അടിച്ച് പൊളിക്കുമല്ലേ ഒരു ക്രിസ്മസിന്. അപ്പം നമുക്ക് ജേർണൽ ചെയ്യാം. ക്രിസ്മസ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ റെഡ് ആൻഡ് വൈറ്റ് തീമല്ലേ ഗൈസ്, റെഡ് ആൻഡ് വൈറ്റ് തീമല്ലേ ഗൈസ്. അപ്പോൾ സാന്റാക്ലോസ്, പിന്നെ സ്റ്റാർസ്, അങ്ങനത്തെ അല്ലേ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടാവുക. ഇപ്പോൾ നമുക്കിന്നൊരു ജേർണൽ ചെയ്യാം. അപ്പോൾ ഈ ജേർണൽ ഒരു അങ്ങനെ ഗൈസ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പുതിയ ഗെയിമാണ് പുള്ളി. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു റെഡ് കളർ പേപ്പർ എടുത്തതിന് ശേഷം 4 സൈഡ്സ് നമ്മളെ ഡയറിയിൽ 4 സൈഡ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ 4 സൈഡ്സ് ഒട്ടിക്കണം. അതിനുവേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോൾ എടുത്തിട്ട് 4 സൈഡ്സ് ഒട്ടിക്കണം. ഞാൻ 3 സൈഡ്സ് ഒട്ടിച്ചു, 4ാമത്തെ സൈഡാണ് ഗൈസ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു റെഡ് തീമായി, ഇനി നമുക്കൊരു വൈറ്റ് തീമും കൂടി വേണം, നല്ല സെറ്റാവും. ഇങ്ങനെ ഒരു തിക്ക് കിട്ടാൻ വേണ്ടി നമുക്കൊരു ബ്ലാക്ക് കളർ പെന്നെടുത്ത് എഴുതി കൊടുക്കണം. കാരണം നമ്മൾ മേരി ക്രിസ്മസിനും നല്ല ബ്രൈറ്റ് ആയത് റെഡ് ആൻഡ് വൈറ്റ് തീമിലേക്ക് ഇങ്ങനെ ബ്ലാക്ക് കളർ എഴുതി നല്ല രസമായിരിക്കും. മേരി ക്രിസ്മസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ജേർണൽ ചെയ്യാൻ കാരണം എൻ്റെ സ്കൂളിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു ജേർണൽ വീഡിയോ ഒക്കെ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ജേർണൽ ചെയ്യുന്നത്. ഇത് ചെയ്യാനൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തു. പക്ഷേ ഈ വൈറ്റ് നേരത്തെ നമ്മൾ എടുത്തു വെച്ച പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ചിട്ടുണ്ട്. എനിക്ക് ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഐഡിയാസൊക്കെ കിട്ടിയത് പ്രിൻട്രസ്റ്റ് നിന്നാണ്. അപ്പോൾ ഈ ജേർണലിൻ്റെ ഈ ഫോട്ടോ തന്നെ കണ്ടത് കടൽ ക്ലൗഡ്സ്, നമ്മളെ കടൽ ക്ലൗഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ, പിന്നെ നീനോ ഷാജി, ഇവരൊക്കെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടാണ് ഞാൻ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. ഈ പ്രിൻട്രസ്റ്റ് കണ്ടിട്ടാണ് ഗൈസ് ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റിക്കേഴ്സ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ സ്റ്റിക്കേഴ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കലാണ്. കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കി കേട്ടോ. സ്റ്റാർ ഉണ്ടാക്കി, സാന്റ ഉണ്ടാക്കി, പിന്നെ ഒരു മാന്, അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി. ആദ്യം ഞാനൊരു മാനിയാണ് ഉണ്ടാക്കുന്നത്. ഫുൾ മാനുണ്ട്. നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് പ്രിൻട്രസ്റ്റിൽ അടിച്ചപ്പോൾ കിട്ടി ആണ്. അപ്പോൾ പിന്നെ അടുത്തത് ഞാൻ എടുക്കുന്നത് ഒരു ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിരുന്ന ഒരു സംഭവമില്ലേ, അതേപോലത്തെ ഒരു സാധനം, എനിക്ക് പേരറിയത്തില്ല. അപ്പോൾ അതേപോലത്തെ ഒരു സാധനം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ജേർണലിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളതൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ പോലെ. അപ്പോൾ ഇത് ഓരോ സൈഡ്സെല്ലാം ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റാർ നമുക്ക് കുറേ അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ ഒരു മാനിൻ്റെ ഫേസ് എടുക്കുന്നത്, നമ്മൾ സ്റ്റാർ ബൈ ഒട്ടിക്കുക, മാനിൻ്റെ ഫേസിൽ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാന്റാക്ലോസിനും സ്റ്റാറിനും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ഒട്ടിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല കളർഫുൾ നമ്മളെ ഇപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ അത്യാവശ്യം ഒരു ക്രിസ്മസ് തീമായില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ സാന്റാക്ലോസും സ്റ്റാറും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹലോ ഡിസംബർ എഴുതിയിട്ടുണ്ട്. നല്ല രസമാണ് വോയിസ്. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ റൈറ്റിങ്സ് എബൌട്ട് ഡിസംബർ മന്ത് ക്രിസ്മസ് അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു എനിക്ക് എന്തൊക്കെയാണോ. പിന്നെ എനിക്ക് അത്ര ഐഡിയാസ് ഒന്നും കിട്ടിയില്ല. കുറച്ച് ഐഡിയാസ് കിട്ടിയതൊക്കെ ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് തോന്നിയ ഐഡിയാസ് ഞാൻ എഴുതി കൊടുത്തു. പിന്നെ എനിക്ക് ബാക്കിയുള്ള ഐഡിയാസ് കിട്ടിയത് പ്രിൻട്രസ്റ്റ് നിന്നാണ്. അധികവും ഞാൻ പ്രിൻട്രസ്റ്റ് നോക്കി. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട്. ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറേ സ്റ്റാർസൊക്കെയാണ് തൂക്കേണ്ടത്. എല്ലാവരെയും നിങ്ങളെ വീട്ടിൽ സ്റ്റാർസൊക്കെ തൂക്കുക.
ഇതേ ഒട്ടി ഇങ്ങനത്തെ വെറൈറ്റി സ്റ്റാർ ഉണ്ട്, പക്ഷെ നമുക്ക് ജേണലിൽ ഒട്ടിച്ച സ്ഥലമില്ല. ഇതേപോലത്തെ കുറേ സ്റ്റിക്കർ കളക്ഷൻ ഉണ്ട്. ക്രിസ്മസ് തീമിന് എനിക്ക് ഏറ്റവും കൂടുതലുള്ള സ്റ്റാർസാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കുറേ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കുറേ ഒട്ടിച്ചാൽ മറ്റേതൊക്കെ മാറ്റി വെച്ച് കുറേ കളേഴ്സ് ഗ്രീൻ, യെല്ലോ, റെഡ് അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ ഗൈസ്? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ.